ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ രണ്ടാമത്തെ യൂണിറ്റായ ഇമാജിനേഷനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിലെ 3rd ചാപ്റ്ററായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മലയാളത്തിൽ സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ക്ലാസ്സിൽ. അതുപോലെ തന്നെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, അതിൻ്റെ ആൻസേഴ്സ് എല്ലാം ഒറ്റ ക്ലാസ്സിൽ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ തേടി വേറെ പോകേണ്ട വരില്ല. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ്, മീനിങ്സ്, കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ, ഇത്രയുമാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇംഗ്ലീഷിന് മാത്രമല്ല മറ്റെല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ, അതിൻ്റെ ഉത്തരങ്ങൾ എല്ലാം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക. നമുക്ക് നോക്കിയാലോ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അപ്പം ആദ്യം തന്നെ നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഹിയർ ആർ സം പീപ്പിൾ ഹു മെയ്ഡ് ഇറ്റ് ബിഗ് എഗൈൻസ്റ്റ് ഓൾ ഓഡ്സ്. അപ്പോൾ വളരെ വലിയ ഉന്നതങ്ങളിൽ, അവരുടെ പരിമിതികളെ മറികടന്ന് ഉന്നതങ്ങളിൽ എത്തിയ ആളുകളാണ് കേട്ടോ, അച്ചീവ് ചെയ്ത ആളുകളാണ്. സ്റ്റീഫൻ വില്യം ഹോക്കിൻസ്, അദ്ദേഹത്തെക്കുറിച്ച് അറിയാത്തവർ അധികം ആരും ഉണ്ടാവില്ല. പിന്നെ അരുണിമ സിൻഹ, ഫസ്റ്റ് ഫീമെയിൽ ആംപ്യൂട്ടി ടു ക്ലൈംബ് മൗണ്ട് എവറസ്റ്റ് ആണ്. പിന്നെ വില്യം ഹോക്കിൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആണ്, കോസ്മോളജിസ്റ്റ് ആണ് ആൻഡ് ഓതർ ആണ്. രവീന്ദ്ര ജെയിൻ എന്താ, ഇന്ത്യൻ മ്യൂസിക് കമ്പോസർ ആണ്, ലിറിസിസ്റ്റ് ആൻഡ് പ്ലേബാക്ക് സിംഗർ ആണ്. ഇവർക്കെല്ലാം ഓരോ പരിമിതികളുണ്ട്, ഓരോ ഡിസബിലിറ്റീസ് ഉണ്ട് കേട്ടോ. അതെല്ലാം മറികടന്നാണ് ഇവർ ഈ ഒരു ഉയരങ്ങളിൽ എത്തിയിരിക്കുന്നത്. നൗ റീഡ് ആൻ എക്സെപ്റ്റ് ഫ്രം ചാപ്റ്റർ 1 ഓഫ് ഹെലൻ കെല്ലേഴ്സ് ഓട്ടോബയോഗ്രഫി. അപ്പോൾ ഹെലൻ കെല്ലറിൻ്റെ ആത്മകഥ, ഓട്ടോബയോഗ്രഫിയിൽ നിന്നുള്ള 1ാമത്തെ ചാപ്റ്ററിലെ ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, ഹെലൻ കെല്ലറിൻ്റെ കഥയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കഥ വായിക്കാം. വളരെ നല്ല ഒരു അവരുടെ റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ. ഇത് കഥ എന്നൊന്നും പറയരുത്, അവരുടെ ഓട്ടോബയോഗ്രഫിയാണ്, ആത്മകഥയിൽ നിന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ റിയൽ ആയിട്ടുള്ള കാര്യമാണ്, നടന്ന സംഭവമാണ്. The beginning of my life was simple and much like every other little life. I came, I saw, I conquered, as the first baby in the family always does. There was the usual amount of discussion on a name for me. The first baby in the family was not to be lightly named. Everyone was emphatic about that. My father suggested the name of Mildred Campbell. She was one of our highly esteemed ancestors. But in the excitement of carrying me to church, my father forgot the name on the way. When the church minister asked him for it, he gave the name Helen Adams. Okay, അപ്പം നമുക്ക് ഓരോന്നായി നോക്കാം. അപ്പോൾ ഇവരുടെ ജീവിതത്തിൻ്റെ തുടക്കം വളരെ ലളിതവും മറ്റെല്ലാ ജീവിതങ്ങളെയും പോലെ തന്നെ ആയിരുന്നു. കുഞ്ഞതായിട്ടാണ്, സിമ്പിൾ ലൈഫായിരുന്നു. അതായത് നമ്മൾ പറയില്ലേ, ഐ കേം, ഐ സോ, ഐ കോൺകേർഡ്, ഞാൻ വന്നു, കണ്ടു, കീഴടക്കി എന്ന് പറയുന്ന പോലെ ആദ്യത്തെ ബേബി ആയിരുന്നു ഇവരുടെ ഫാമിലിയിൽ കേട്ടോ. അവരുടെ അച്ഛനമ്മയുടെ ആദ്യത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരിടുന്നതിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്കഷൻസ് ഒക്കെ നടന്നു. ആദ്യത്തെ കുട്ടിക്ക് ചെറിയ പേരോ ലൈറ്റ് ആയിട്ടുള്ള പേരോ ഒന്നും ഇടാൻ പാടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ ഒരുപാട് തിങ്ക് ചെയ്ത് അച്ഛൻ ഒരു പേര് ആദ്യം കണ്ടുപിടിച്ചു, മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ള പേര്. ആരായിരുന്നു മിൽഡ്രഡ് ക്യാമ്പൽ? ഇവരുടെ തന്നെ പരമ്പരയിൽ, പൂർവികരിൽ ഒരാളുടെ പേരായിരുന്നു ഇതോട്ടോ. മരിച്ചുപോയ ഏതെങ്കിലും ഒരു ആൻസസ്റ്ററിൻ്റെ പേരായിരിക്കും. പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ചർച്ചിൽ പോയിട്ടല്ലേ പേരിടുക. അപ്പോൾ ചർച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഈ പേര് അച്ഛൻ മറന്നുപോയി. അങ്ങനെ ചർച്ചിലെത്തി അവിടുത്തെ ഫാദർ ചോദിക്കുകയാണ്, പള്ളിയിലച്ഛൻ ചോദിക്കും എന്താ പേരിടേണ്ടത് ചോദിച്ചപ്പോൾ അയാൾ ആ പേര് മറന്നു, മിൽഡ്രഡ് ക്യാമ്പൽ എന്നുള്ള പേര് മറന്നു. എന്നിട്ട് പറയുന്ന പേരാണ് ഹെലൻ ആദംസ് എന്നുള്ള പേര്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. I showed many signs of an eager, self-asserting disposition when I was still a baby. അപ്പോൾ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വളരെ ഉത്സാഹവും ആത്മധൈര്യവും നിറഞ്ഞ ഒരു മനോഭാവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഹെലൻ കെല്ലറിനുണ്ടായിരുന്നു. ഐ ഇൻസിസ്റ്റഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറിത്തിങ് ദാറ്റ് ഐ സോ അതർ പീപ്പിൾ ഡൂയിങ്. പിന്നെന്താ, മറ്റുള്ളവരെ അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുമായിരുന്നു, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം അനുകരിക്കാൻ ശ്രമിക്കുമായിരുന്നു. അറ്റ് 6 months, 6 മാസമായപ്പോൾ തന്നെ ഐ കുഡ് പൈപ്പ് ഔട്ട് ഹൈ ഡൈ എന്നുള്ള വേർഡ് കേട്ടോ. 6 മാസം പ്രായമായപ്പോൾ തന്നെ ഹൗ ഡൈ എന്നുള്ള ആ ഒരു ഡി എന്ന് പറയുന്ന ആ വേർഡ് ഉണ്ടല്ലോ, അത് പറയാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്.
വൺ ഡേ ഐ അട്രാക്റ്റഡ് എവ്രി വൺസ് അറ്റൻഷൻ ബൈ സീയിങ് ടി ടി. ഒരു ദിവസം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് ഇവർ ടി ടി എന്ന് പറയുന്നുണ്ട്. ക്വൈറ്റ് പ്ലെയിൻലി അവർ പറഞ്ഞു. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ്സ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്സ്. അപ്പോൾ അവർ എന്താ പറയുക, ഈ അസുഖത്തിന് ശേഷവും ആദ്യ മാസങ്ങളിലെല്ലാം ആ പഠിച്ച വാക്കുകളിലൊന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? വാട്ടർ എന്നായിരുന്നു കേട്ടോ. ഐ കണ്ടിന്യൂ ടു മേക്ക് സം സൗണ്ട് ഫോർ ദാറ്റ് വേർഡ് ആഫ്റ്റർ ഓൾ അതർ സ്പീച്ച് വാസ് ലോസ്റ്റ്. അതായത് ഇവർക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്പീച്ച് എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ആ ഒരു വേർഡ്, വാട്ടർ എന്നുള്ള വേർഡ് കേട്ടോ, ആ സൗണ്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ വാക്കിന് വേണ്ടി ആ ശബ്ദമുണ്ടാക്കുന്നത് ഇവർ തുടർന്നിട്ടുണ്ടായിരുന്നു. ഐ സ്റ്റോപ്ഡ് മേക്കിംഗ് ദ സൗണ്ട് വാ ഓൺലി വെൻ ഐ ലേൺ ടു സ്പെൽ ദ വേർഡ്. പിന്നെയോ ആ വാ എന്നുള്ള ആ സൗണ്ട് ഉച്ചരിക്കാൻ പഠിച്ചപ്പോൾ മാത്രമാണ് മറ്റേ ശബ്ദം ഇവർ നിർത്തിയത്. They tell me I walked the day I was a year old. പിന്നെ നമുക്കൊരു വയസ്സാവുമ്പോഴുള്ള കാര്യമൊന്നും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരോട് പറഞ്ഞു കേട്ടൽ എന്നുള്ള അറിവാണ്. ഒരു വയസ്സാവുമ്പോൾ തന്നെ ഇവർ നടന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. അപ്പോൾ അമ്മ ബാത്ത് ടബിൽ നിന്ന് പുറത്തെടുത്ത് മടിയിൽ പിടിച്ച് കൊണ്ടുപോവായിരുന്നു. ഐ വാസ് സഡൻലി അട്രാക്റ്റഡ് ബൈ ദ ഫ്ലിക്കറിംഗ് ഷാഡോസ് ഓഫ് ലീവ്സ് ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ് ഓൺ ദി സ്മൂത്ത് ഫ്ലോർ. അതുപോലെ തന്നെ ഫ്ലിക്കറിങ് ഷാഡോസ് ഓഫ് ലീവ്സിൻ്റെ തണലുകൾ, അതിൻ്റെ നിഴലുകൾ, ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ സൺലൈറ്റ്. ആ സൺലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ നിഴലുകളൊക്കെ കാണുമല്ലോ. അപ്പോൾ അതെല്ലാം ഇവരെ ആകർഷിച്ചിട്ടുണ്ടായിരുന്നു. ഐ സ്ലിപ്പ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ഓൾമോസ്റ്റ് റാൻ ടുവാർഡ് ദം. അമ്മയുടെ മടിയിൽ നിന്ന് ഇറങ്ങി ആ നിഴലിൻ്റെ അടുത്തേക്കും ആ ലൈറ്റിൻ്റെ അടുത്തേക്കൊക്കെ ഇവർ ഓടുമായിരുന്നു. ബട്ട് ദി ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷെ ആ ഒരു ഇമ്പൾസ് പെട്ടെന്ന് നഷ്ടപ്പെടും. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈഡ് ഫോർ ഹർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹർ ആംസ്. പിന്നെ എന്ത് ചെയ്യും, താഴെ എന്താ പറയുക, അമ്മ എടുക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ ഇരുന്ന് കരയുമായിരുന്നു. അതൊക്കെ ഇവർ മറ്റുള്ളവർ പറഞ്ഞ അല്ലെങ്കിൽ അവരുടെ ഓട്ടോബയോഗ്രഫിയിലുള്ളതാണ്, അറിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. നമുക്കിപ്പോൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോഴുള്ള കാര്യങ്ങളൊന്നും ഓർമ്മ കാണില്ലല്ലോ. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. പക്ഷേ ഈ സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒരുപാട് നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year, ഒരു വർഷം. വൺ ബ്രീഫ് സ്പ്രിങ്. അപ്പോൾ ഒരു വർഷം മാത്രം കേട്ടോ. വെൻ ദ റോബിൻ ആൻഡ് ദ മോക്കിംഗ് ബേർഡ് സാങ് ദെയർ മെലോഡിയസ് സോങ്. റോബിനും അതുപോലെ മോക്കിംഗ് ബേർഡ്സും അവരുടെ നല്ല ഗാനങ്ങൾ ആലപിച്ച ഒരു ചെറിയ വസന്തകാലം അത് കഴിഞ്ഞു. എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഒരൊറ്റ കാലം ഇവർക്ക് കിട്ടിയുള്ളൂ. അതായത് ഒരു സ്പ്രിംഗ് സീസൺ, ഒരു സമ്മർ സീസൺ, റോസസും ഫ്രൂട്ട്സും ഒക്കെ വിരിയുന്ന ഒരു സമ്മർ സീസൺ, ഒരു ഓട്ടം. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്. ഓട്ടം സീസണിൽ ഇല പൊഴിയുന്ന കാലം അല്ലേ. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. അത് സംഭവിച്ചത് ഒരു ഫെബ്രുവരിയിലായിരുന്നു, ഒരു വിൻ്റർ സീസണിൻ്റെ പകുതിയിൽ. ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. അപ്പോൾ എന്താ പറയുന്നത്, ആ ഒരു ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ്, ആ കണ്ണുകൾ കാഴ്ചയില്ലാതെയായി, ചെവി കേൾക്കാതെയായി. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ് ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. അപ്പോൾ ഡോക്ടർ കരുതുന്നത് എന്താണ്, ഇവർ ജീവിക്കില്ല എന്ന് കരുതി. ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. പക്ഷെ ഒരു ദിവസം അതിരാവിലെ പനി എന്നെ വിട്ടുപോയി. പനി മാറി. ദർ വാസ് ഗ്രേറ്റ് റിജോയ്സിങ് ഇൻ ദ ഫാമിലി ദാറ്റ് മോർണിംഗ്. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗൈൻ. അപ്പോൾ അന്ന് പനി മാറിയപ്പോൾ എല്ലാവരും സന്തോഷിച്ചു. പക്ഷെ ഡോക്ടർക്ക് പോലും അറിയില്ലായിരുന്നു ഞാൻ ഇനി കാണുകയോ കേൾക്കുകയോ ഇല്ല എന്ന്. I fancy I still have confused memories of that illness. I especially remember the tenderness with which my mother tried to soothe me in my waking hours. ആ ഇൽനെസ്സിനെ കുറിച്ചുള്ള ചില കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഇപ്പോഴും എനിക്കുണ്ടെന്നാണ് അവർ പറയുന്നത്. ഐ എസ്പെഷ്യലി റിമെമ്പർ ദ ടെൻഡർനെസ് വിത്ത് വിച്ച് മൈ മദർ ട്രൈഡ് ടു സൂത്ത് മീ ഇൻ മൈ വേക്കിംഗ് അവേഴ്സ്. പ്രത്യേകിച്ച് അമ്മ ഉണരുന്ന സമയത്ത് ഇവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആ ഒരു സൂത്തിങ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ട്. ഐ ഓൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടായ വേദനയും ആശയക്കുഴപ്പവും, ഒരു ദിവസം ഉണർന്നപ്പോൾ ഉണ്ടായ വേദന, ആശയക്കുഴപ്പമൊക്കെ ഇന്നും അവർ ഓർക്കുന്നുണ്ട്. ഐ ടേൺ മൈ ഐസ് അവേ ഫ്രം ദ വൺസ് ലൗഡ് സൈറ്റ്.
ഐ ടേൺ മൈ, അതായത് ഒരിക്കൽ നമ്മൾ ഒരുപാട് കൊതിച്ച ഇഷ്ടപ്പെട്ട ആ കാഴ്ചകൾ, ലൗഡ് ലൈറ്റ് അല്ലേ, അതില്ല. ബട്ട് കണ്ണുകളിൽ നിന്ന് ആ വെളിച്ചം പോയി. But except for these fleeting memories, it all seems very unreal, like a nightmare. അതെല്ലാം എനിക്കൊരു സ്വപ്നം പോലെയായി. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. പതുക്കെ പതുക്കെ എൻ്റെ ചുറ്റുമുള്ള സൈലൻസ്, ചെവി കേൾക്കില്ലല്ലോ, അപ്പോൾ ആ സൈലൻസും ആ ഇരുട്ടും എനിക്ക് ശീലമായി. ഐ ഫർഗെറ്റ് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് മൈ ടീച്ചർ ഹു ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. പിന്നീട് ഇവർക്കൊരു ടീച്ചർ വന്നു. ആ ടീച്ചറാണ് ഇവരെ എന്താക്കി മാറ്റിയത്, എല്ലാം കറക്റ്റാക്കി അല്ലേ. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. ആദ്യത്തെ 19 മാസം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഐ ഹാഡ് കോട്ട് ഗ്ലിംസസ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്സ്, എ ലൂമിനസ് സ്കൈ ആൻഡ് ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്. അപ്പോൾ ആ ഒരു 19 months ഇവർക്ക് എന്താ പറയുക, വളരെ വ്യത്യസ്തമായിരുന്നു അല്ലേ. 19 മാസങ്ങൾ, ജീവിതത്തിൽ ആദ്യത്തെ 19 മാസങ്ങളല്ല പിന്നീട് അവർക്ക് ലഭിച്ചത്. വിശാലമായ പച്ചപ്പാടങ്ങളും തിളങ്ങുന്ന ആകാശത്തിൻ്റെയും മരങ്ങളുടെയും പൂക്കളുടെയും ചെറിയ കാഴ്ചകളെല്ലാം ആദ്യത്തെ ജനിച്ച ആ ഒരു വയസ്സ് വരെ അല്ലേ കുറച്ച് കാലം അവർ കണ്ടു. തുടർന്നുള്ള ഇരുട്ടിന് അവയെ പൂർണ്ണമായിട്ട് ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല. ആ കണ്ടതെല്ലാം കണ്ടത് തന്നെയാണല്ലോ, അങ്ങനെയാണ് അവർ പറയുന്നത്. ഡാർക്ക്നെസ് ദാറ്റ് ഫോളോഡ് കുഡ് നോട്ട് ഹോളി ബ്ലോട്ട് ദം ഔട്ട്. എന്നെ പിന്തുടരുന്ന ഈ ഇരുട്ടിന് അത് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ സാധിക്കില്ല എന്നതാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോ ചോദ്യോത്തരങ്ങളായി നോക്കാം. വളരെ നല്ല സ്റ്റോറിയാണ്. ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർ നെയിം? The first baby in the family was not to be lightly named. Her father suggested Mildred Campbell, who was one of their highly esteemed ancestors. But on the way to the church, her father forgot the name. When the church minister asked him for the name, he said Helen Adams. Next, why does Helen say she showed many signs of an eager, self-asserting disposition? Answer, she insisted upon imitating everything she saw other people doing. At 6 months, she could manage to say, how die. One day, she even said T, surprising everyone. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടോളൂ കേട്ടോ, ഞാനത് ഇട്ടിട്ടില്ല. ഇവിടെ ഫുൾ സ്റ്റോപ്പ്, ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. അടുത്തത്, why did Helen's happy days last long? Helen's happy days did not last long because when she was 19 months old, she was struck by an illness that closed her eyes and ears forever. What tragedy struck Helen in February? In February, she was struck by an illness which made her completely blind and deaf. Why were the first 19 months of Helen Keller's life different? The first 19 months of Helen Keller's life were different because she had eyesight and the ability to hear. She could enjoy the fine sights and sounds around her and see people and talk with them. But when she was 19 months old, she was struck by an illness that made her blind and deaf forever. അടുത്ത ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി 1. Dave is trying to list out the events in the early life of Helen Keller, but he is not able to put them in order. Read the passage once again and help him write the following in the correct order. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കറക്റ്റ് നോക്കാം. ആദ്യത്തെ, ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി. ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയിമിംഗ് ദ ബേബി. മിൽഡ്രഡ് ക്യാമ്പൽ വാസ് ദ ഫസ്റ്റ് നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി. ഹെലൻ ലേൺ ദ വേർഡ് വാട്ടർ ഇൻ ഹർ ഏർലി മന്ത്സ്. ഹെലൻ സ്റ്റാർട്ടഡ് വാക്കിംഗ് ദ ഡേ ഷീ ബിക്കേം എ ഇയർ ഓൾഡ്. ഹെലൻ ഫെൽ ഇൽ. അടുത്തത്, choose another suitable title from the options given below for the passage. You may also give one of your own. എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ്സ് ആണ് പേര് കേട്ടോ. അടുത്തത്, സം സീസൺസ് ആർ മെൻഷൻ ഇൻ ദ പാസേജ്. റൈറ്റ് ദെയർ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളംസ് ഗിവൺ ബിലോ. സ്പ്രിംഗ് സീസൺ അവർ തന്നിട്ടുണ്ട്. ദ റോബിൻ ആൻഡ് മോക്കിംഗ് ബേർഡ് സിംഗ് മെലോഡിയസ് സോങ്സ്. സമ്മർ, ബ്ലൂമിംഗ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. ഓട്ടം, ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിംഗ് ലീവ്സ്. വിന്റർ, സ്നോ ഫോളിംഗ്, വെരി കോൾഡ്. Next, how many seasons do we have in India? Collect pictures and photographs of how nature looks in different seasons. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സീസൺസ്, സ്പ്രിംഗ്, വിൻ്റർ, സമ്മർ ആൻഡ് ഓട്ടം സീസൺസ്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് കളക്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വരച്ചാലും മതി കേട്ടോ.
അടുത്തത് ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ കേറ്റ് കെല്ലർ. ഹെലൻ കെല്ലറിൻ്റെ അമ്മയുടെ പേരാണ് കേറ്റ് കെല്ലർ. വാട്ട് ക്വസ്റ്റ്യൻ വുഡ് യു ലൈക്ക് ടു ആസ്ക് ഹർ? അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അവരോട് ചോദിക്കുക എന്നാണ് ചോദ്യം. നമുക്ക് 5 ചോദ്യങ്ങൾ നോക്കാം. വാട്ട് were your feelings when you came to know that Helen had lost her ability to see and hear? എന്തായിരുന്നു നിങ്ങളുടെ ഫീലിങ്സ് ഹെലൻ കെല്ലറിന് കാഴ്ചയും കേൾവിയും ഇല്ല എന്നറിഞ്ഞപ്പോൾ? ഹൗ ഡിഡ് ഹെലൻ റിയാക്ട് ടു ഹർ ഡിസബിലിറ്റീസ്? ഹെലൻ എങ്ങനെയാണ് അവരുടെ ഈ ഒരു ഡിസബിലിറ്റീസിനോട് റിയാക്ട് ചെയ്തത്? അടുത്ത തേർഡ്, ഹൗ ഡിഡ് യുവർ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് റിയാക്ട് ടു ഹെലൻസ് ഡിസബിൾഡ് കണ്ടീഷൻ? നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും എങ്ങനെയാണ് ഹെലൻ്റെ ഈ കണ്ടീഷനോട് പ്രതികരിച്ചത്? 4, ഹൗ ഡിഡ് യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഹർ ആഫ്റ്റർ ഷീ ലോസ്റ്റ് ഹർ സൈറ്റ് ആൻഡ് ഹിയറിംഗ് പവർ? എങ്ങനെയായിരുന്നു ഹെലനോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് അവരുടെ സൈറ്റും കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടതിന് ശേഷം? 5, വാട്ട് വുഡ് ബി യുവർ അഡ്വൈസ് ടു പാരൻസ് ഹു ഹാവ് ഡിസബിൾഡ് ചിൽഡ്രൻ? ഇതുപോലെ തന്നെ ഡിസബിൾഡ് ചിൽഡ്രൻസ് ഉള്ള പാരൻസിനോട് നിങ്ങളുടെ അഡ്വൈസ് എന്താണ്? ഇതുപോലെ നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ ഹെലൻ കെല്ലറിന് എന്തുണ്ട്, സംസാരിക്കാൻ സാധിക്കും, പക്ഷേ കാഴ്ചശക്തിയോ കേൾവി ശക്തിയോ ഇല്ല. അപ്പോൾ ഇതായിരുന്നു ഹെലൻ കെല്ലറിൻ്റെ ഡിസബിലിറ്റി. അതിനെയും മറികടന്നിട്ടാണ് ഹെലൻ കെല്ലർ എന്ത് ചെയ്തത്, ഇത്രയും അറിയപ്പെടുന്നൊരു വ്യക്തിത്വമായിട്ട് മാറിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ അവരുടെ ഓട്ടോബയോഗ്രഫി ഒക്കെ വായിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ കമൻറ്റ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.